ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഭൂമി കുലുക്കാൻ പോകുന്ന ഒരു അഴിമതി കഥ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിന് പുറത്ത് സംസാരിച്ചത്. പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഗൗരവതരമായ ഒരു അഴിമതിയുടെ വിശദാംശങ്ങൾ, തെളിവടക്കം തൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ ഭാഗമായി കൈക്കൂലി വാങ്ങിയ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതേ സംബന്ധിച്ച് തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പാർലമെൻറ്റിന് പുറത്തു വെച്ച് അദ്ദേഹം പറയുമ്പോൾ, പക്ഷേ ആ തെളിവുകളും ആരോപണവും താൻ പാർലമെൻറ്റിൽ മാത്രമേ ഉന്നയിക്കൂ, സംസാരിക്കാൻ അനുവദിച്ചാൽ. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു ഭൂകമ്പം തന്നെയാണ് അത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർലമെൻറ്റ് സമ്മേളനം 16-ാം തീയതി ആരംഭിച്ച പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ മാസം അത് പൂർണ്ണമായും അലങ്കോലപ്പെട്ടു പോയിരുന്നു, നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കാനായില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നലെ ഗുജറാത്തിൽ തന്നെ നടന്ന ഒരു റാലിയിൽ അദ്ദേഹം ആ ആക്ഷേപം ഉന്നയിക്കുക തന്നെ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ അഴിമതി എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞത്. അതേ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗഭാഗം, അഴിമതി ഉന്നയിക്കുന്ന പ്രസംഗഭാഗം പത്രലോകം പ്രധാനപ്പെട്ട വാർത്തയാക്കി ഇന്ന് തന്നിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കുന്ന ആ വാർത്ത മാധ്യമം എന്ന പത്രം 1-ാം പേജിൽ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. മോദി 40 കോടി കോഴ വാങ്ങി എന്ന് രാഹുൽ പ്രസംഗിച്ച കാര്യമാണ് മാധ്യമം പറയുന്നത്. 40 കോടി മോദി കോഴ വാങ്ങിയത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. കോഴ സഹാറ ബിർള ഗ്രൂപ്പുകളിൽ നിന്നാണ് വാങ്ങിയത് എന്നും ആദായ നികുതി വകുപ്പിന് അതിൻ്റെ രേഖകളുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് ഒപ്പിട്ട രേഖയടക്കം, വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ ഒപ്പിട്ട രേഖയടക്കമാണ് രാഹുൽ അത് ഉന്നയിച്ചിരിക്കുന്നത്. ആ രേഖ ഇന്നലെ മലയാളത്തിൻ്റെ ദൃശ്യമാധ്യമ ചാനലുകളിൽ അനവരതം പ്രദർശിപ്പിച്ചിരുന്നു. അന്തസ്സില്ലാത്ത ഒരു ആരോപണമായി പോയി ഇതൊരു ഭൂമി കുലുക്കവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും BJP പ്രതികരിക്കുകയും ചെയ്തു. എല്ലാ വാർത്തകളും ഇന്ന് പത്രലോകം തരുന്നു. മോദി 40 കോടി കോഴ വാങ്ങി എന്ന് രാഹുലിൻ്റെ പ്രസ്താവന ഭാഗം മാധ്യമം തരുമ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സഹാറ ബിർള ഗ്രൂപ്പുകളിൽ നിന്ന് 9 തവണയായി 40 കോടി രൂപ കോഴ വാങ്ങിയെന്ന് ഗുജറാത്തിലെ മെഹ്സാനയിൽ കോൺഗ്രസ് റാലിയിൽ പ്രസംഗിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. 2013 ഒക്ടോബറിനും 2014 ഫെബ്രുവരിക്കുമിടയിൽ സഹാറ ഉദ്യോഗസ്ഥർ മോദിക്ക് പണം നൽകിയതിൻ്റെ രേഖകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ചോദിക്കുകയും ചെയ്തു. 40 കോടി എന്ന് മോദി വാങ്ങിയത് 40 കോടി എന്ന് മാധ്യമം പറയുമ്പോൾ 62 കോടി എന്നാണ് മനോരമ പറയുന്നത്. 52 കോടി എന്ന് മാതൃഭൂമിയും പറയുന്നു. പല ഘട്ടങ്ങളിലായാണ് ഇത് മോദി കൈപ്പറ്റിയത്. അതേ സംബന്ധിച്ച് ഗുജറാത്ത് CMന് നൽകിയ പണം എന്ന നിലയ്ക്ക് ഈ സഹാറ ബിർള ഗ്രൂപ്പ് അതേ സംബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്ന രേഖ, ആ രേഖ ആധികാരികമായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ തൻ്റെ കയ്യൊപ്പ് ചാർത്തി സീല് വെച്ച ആ രേഖ കൂടി രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് കുടുംബവും നേതാക്കളും ഉൾപ്പെട്ട അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണിത് എന്ന് BJP തിരിച്ചടിച്ചു. അടിസ്ഥാനരഹിതവും അന്തസ്സില്ലാത്തതുമായ ആരോപണമാണ് ഇത് എന്ന് കേന്ദ്രമന്ത്രി ശങ്കർ പ്രസാദ് പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തകൾ നിലനിൽക്കുന്നത് എങ്കിലും BJPയുടെ വക്താവ് ഇത് അന്തസാര ശൂന്യമായ ഒരു അഴിമതിയായി പോയി, ഒരു ഭൂമി കുലുക്കവും
ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇതിനെ പുച്ഛിച്ച് തള്ളുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ആദായ നികുതി വകുപ്പ് മന്ത്രാലയത്തിൽ ഇരിക്കുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആ കത്തുണ്ടല്ലോ, അതേ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ച രേഖ, അതാണല്ലോ രേഖാമൂലം അഴിമതി എന്ന നിലയ്ക്ക് രാഹുൽ പറഞ്ഞത്. ആ രേഖ ഒരു സാഹചര്യത്തിലും ഒരു BJP നേതാവും, എന്തിന് മന്ത്രി പോലും, ശങ്കർ പ്രസാദ് അത് നിഷേധിക്കുമ്പോൾ മന്ത്രി പോലും ആ രേഖ കള്ളമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആ രേഖയിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മാത്രമല്ല, അന്ന് ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തും 1 കോടി രൂപ കൈപ്പറ്റിയതായി ആക്ഷേപിക്കുന്നതല്ല, അത് വ്യക്തമാക്കുന്നുണ്ട്. അതുമാതിരി MP മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയതായി, അതും BJPയുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത കൈക്കൂലിയുടെ കണക്ക് പറയുന്ന പേജാണത്. ആ പേജിൽ തന്നെയാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആധികാരികമായ കാര്യം തന്നെയാണ്. ഈ രേഖയുടെ, രാഹുൽ ഉന്നയിച്ച രേഖയുടെ ആധികാരികതയെ ഒരു നേതാവും ചോദ്യം ചെയ്യുന്നില്ല BJPയുടെ. പക്ഷേ എങ്കിലും ഇത് നിലനിൽക്കുന്ന ഒരാരോപണമല്ല. അതുകൊണ്ട് അന്വേഷണത്തിന് അർഹമായ ഒരു ആരോപണമല്ല. അതുകൊണ്ട് അന്വേഷണം നടത്താൻ ആവില്ല എന്ന നിലപാടാണ് ഇതുവരെ BJP തന്നെ കൈക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധിപ്പിച്ച് തുടർ വാർത്തകൾ വരും. കാരണം ഈ ആക്ഷേപം പുതിയതായി ഉന്നയിക്കപ്പെട്ടതല്ല. പ്രശാന്ത് ഭൂഷൺ എന്ന വക്കീൽ ഇത് കുറച്ച് നാൾ മുമ്പ് ഒരു ഹർജിയായി സുപ്രീം കോടതിക്ക് അവതരിപ്പിച്ചതാണ്. നരേന്ദ്രമോദി കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൈക്കൂലി വാങ്ങി, അന്വേഷിക്കണം എന്ന ആക്ഷേപം. അതേ സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. പ്രാഥമികമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു തെളിവാണോ ഇത് എന്ന് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. ശരിയാണ്. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ അവതരിപ്പിക്കാനും വിശദമായി അതേ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്, സുപ്രീം കോടതിയിലെ പരിഗണനയിലിരിക്കുകയാണ്. അത് ജനുവരി 13 വീണ്ടും വരും. ആ സമയത്താണ് പുതിയതായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ ഒരുപക്ഷെ പ്രശാന്ത് ഭൂഷൺ അവതരിപ്പിച്ച ഈ ആക്ഷേപത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ കടലാസ്, അതേ സംബന്ധിച്ച തെളിവ് കോടതിയിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ തെളിവ് കൂടി ചേരുമ്പോൾ കോടതി ഇത് മതിയായ തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണെങ്കിൽ കോടതി ഈ കേസ് 13 പരിഗണനയ്ക്ക് എടുക്കുന്ന ദിവസം ആകുമ്പോഴേക്കും ഈ ആക്ഷേപം ഗൗരവതരമായ മാനങ്ങൾ കൈക്കൊള്ളുന്ന പക്ഷം BJP പ്രതിരോധത്തിലാവുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രി BJPക്കൊപ്പം പ്രതിരോധത്തിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതപര്യന്തം ആക്ഷേപങ്ങളൊന്നും കേൾക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൗരവതരമായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുന്ന നോട്ട് വിവാദത്തിൻ്റെ നടുവിൽ വിവാദ പുരുഷനായി നിൽക്കുന്ന സമയത്താണ് ഈ ആക്ഷേപം കൂടി വരുന്നത്. എല്ലാം ചേർന്ന് നരേന്ദ്രമോദിയുടെ ഭാവി എന്തായി തീരും എന്നെല്ലാം വരും ദിവസങ്ങളാണ് തെളിയിക്കാൻ പോകുന്നത്. എങ്കിലും ജനുവരി 13 സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ അത് എപ്രകാരമുള്ള മാനങ്ങളാണ് കൈവരിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പറയാനാകില്ല. നരേന്ദ്രമോദിയും അഴിമതി ആക്ഷേപത്തിന് ശരവ്യമായി കഴിഞ്ഞിരിക്കുന്നു. അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന നിലയ്ക്കായിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഡിജിറ്റലായി നൽകാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. അതിന് നിയമ ഭേദഗതി വേണം. ആ നിയമ ഭേദഗതി അടുത്ത പാർലമെൻറ്റിൽ അവതരിപ്പിക്കും എന്നാണ് മന്ത്രിസഭ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തെ അനുഭവം, പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഈ ശീതകാല സമ്മേളനത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ ഇതൊക്കെ എത്ര എളുപ്പം പാർലമെൻറ്റിൽ സാധ്യമാകും എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും
ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു. ശമ്പളം ഡിജിറ്റലാക്കുമ്പോൾ അത് ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നത്തിന് ചിറക് വയ്ക്കുന്ന ഒരു നടപടിയാണ്. ആ വാർത്ത സിറാജ് എന്ന പത്രം ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു, കാണുക. ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി, ശമ്പളവും ഡിജിറ്റലാക്കുന്നു. നോട്ട് അസാധുവാക്കലിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ശമ്പളം പണമായി നൽകുന്നതിന് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു. ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് ആൻഡ് വേജസ് ആക്റ്റിൽ ഭേദഗതി വരുത്തുന്നതിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത, പത്രം തന്ന വാർത്ത, പുതിയ റിസർവ് ബാങ്കിൻ്റെ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച വാർത്തയായിരുന്നു. ഡിസംബർ 30 വരെ പഴയ നോട്ടുകൾ സ്വീകരിക്കും എന്ന് ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ ദേശത്തോട് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ അത് മാറ്റുകയും 5000-ന് മുകളിലുള്ള നിക്ഷേപം, ഒരു പരിധിയുമില്ലാതെ നിക്ഷേപം സ്വീകരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് മാറി 5000-ന് മേലുള്ള നിക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നുവെങ്കിൽ ബാങ്കിലെ 2 ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിക്ഷേപിക്കുന്നവർ തയ്യാറാകണം. എങ്ങനെ, എവിടെ നിന്ന് ലഭിച്ചു ഈ പണം? ഒന്ന്. മറ്റൊന്ന്, നിക്ഷേപിക്കുന്ന പണം നിക്ഷേപിക്കുന്നതിന് ഇത്ര വൈകിയതെന്ത് എന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാത്തിടത്തോളം കാലം ആ നിക്ഷേപം സ്വീകരിക്കാൻ ബാങ്കുകൾക്ക് കഴിയില്ല എന്നതായിരുന്നു റിസർവ് ബാങ്കിൻ്റെ നോട്ട് നിരോധന വിജ്ഞാപനത്തിന് ശേഷം വരുന്ന 59ാമത് മാറിയ നിർദ്ദേശം. 59ാമത് നിർദ്ദേശമായിരുന്നു അത്, 44 ദിവസമാകുമ്പോഴേക്കും. ഏതായാലും 59ാമത്തെ ആ നിർദ്ദേശം 60ാമത്തെ മറ്റൊരു നിർദ്ദേശത്തോടെ റിസർവ് ബാങ്ക് തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന കൗതുകകരമായ വാർത്ത. അങ്ങനെ നവംബർ 8-ന് ശേഷം റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന 60ാമത്തെ ഉത്തരവ് ഇങ്ങനെയാണ് പറയുന്നത്: 5000-ന് മുകളിലെ നിക്ഷേപത്തിന് നിയന്ത്രണം നീക്കി. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിനുള്ള നിയന്ത്രണം റിസർവ് ബാങ്ക് പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കുന്നു എന്ന് RBI ഇന്നലെ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. അതനുസരിച്ച് എത്ര വേണമെങ്കിലും പണം നിക്ഷേപിക്കാം എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 60ാമത് മാറ്റവും വരുത്തിയിരിക്കുന്നു റിസർവ് ബാങ്ക് അതിൻ്റെ സർക്കുലറിലൂടെ. തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ അധീനതയിൽ 30 ലക്ഷം രൂപയുടെ കണക്കില്ലാത്ത നോട്ടുകൾ, അതും പുതിയ നോട്ടുകൾ, 5 കിലോ സ്വർണവും, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും വീടുകളും അദ്ദേഹത്തിൻ്റെ ഓഫീസും റെയ്ഡ് ചെയ്തതിൻ്റെ ഭാഗമായാണ്, ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം കണ്ടെത്തപ്പെട്ടത്. തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിലേക്കാണ് നാം പറയുന്നത്. തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റവസ്ഥകൾ എന്തൊക്കെയായിരിക്കും ആ സംസ്ഥാനത്ത്? തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ കള്ളപ്പണ വേട്ട. മലയാള മനോരമ ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയിലേക്കും വേട്ട നീങ്ങിയിരിക്കുന്നു എന്നാണ് വാർത്ത പറയുന്നത്. പിടിച്ചത് 30 ലക്ഷത്തിൻ്റെ നോട്ടുകൾ, 5 കിലോ സ്വർണം. ഈ നോട്ടുകളെല്ലാം പുതിയ നോട്ടുകളായിരുന്നു. 2000-ൻ്റെയും 500-ൻ്റെയും ആയിരിക്കാം. വിനോദ് ഗോപി ആ വാർത്ത തരുന്നു മദിരാശിയിൽ നിന്ന്. തമിഴ്നാട് ചീഫ് സെക്രട്ടറി പി രാമമോഹന റാവുവിൻ്റെ വസതിയും സെക്രട്ടേറിയറ്റിലെ ഓഫീസും ഉൾപ്പെടെ 13 സ്ഥലങ്ങളിൽ CRPF അകമ്പടിയോടെ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്. മകൻ്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ നിന്നായി 30 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകളും 5 കിലോ സ്വർണവും പിടിച്ചെടുത്തു. അനധികൃത പണമിടപാടുകളുടെ രേഖകളും കണ്ടെടുത്തു. അതിനിടെ ആദായ നികുതി വകുപ്പ് 2 ആഴ്ച മുമ്പ് ചെന്നൈയിലും വെല്ലൂരിലും നടത്തിയ റെയ്ഡിൽ 170 കോടി രൂപയും 127 കിലോ സ്വർണവും കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് പ്രമുഖ മണൽ ഖനന വ്യവസായി ജെ ശേഖർ റെഡ്ഡിയെയും കൂട്ടാളി കെ ശ്രീനിവാസലുവിനെയും CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം കുമിഞ്ഞു കൂട്ടിയിരിക്കുകയാണ് എന്ന ആക്ഷേപം BJP-കാർ, പ്രത്യേകിച്ച് കേരളത്തിലെ BJP വക്താക്കൾ ക്ഷാത്രവീര്യത്തോടെയാണ് ചാനലുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇന്ന് കൗതുകകരമായൊരു വാർത്ത മലയാള മനോരമയുടെ ഒന്നാം പുറത്ത് നമുക്ക് വായിക്കാം. എല്ലാ പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. അമിത്ഷാ ഡയറക്ടറായ ബാങ്കിൽ 500 കോടി നിക്ഷേപം. ഗുജറാത്തിലെ സഹകരണ ബാങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ബാങ്കിൻ്റെ ഡയറക്ടർ അമിത്ഷായാണ്, BJPയുടെ അഖിലേന്ത്യാ നേതാവ്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 3 ദിവസത്തിനുള്ളിൽ അവിടെ 500 കോടിയുടെ നിക്ഷേപം വന്നു. ഇത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം കേരളത്തെ സംബന്ധിച്ചും ഇപ്രകാരം ഒരു ധാരണ BJP നേതാക്കൾക്ക്, ഇവിടെ കുമ്മനം മുതലുള്ള നേതാക്കൾക്ക് ഉണ്ടായത് എന്ന് വേണം അനുമാനിക്കാൻ. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദിലെ സഹകരണ ബാങ്കിൽ നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 3 ദിവസത്തിനുള്ളിൽ 500 കോടി രൂപയുടെ നിക്ഷേപം. നികുതി എൻഫോഴ്സ്മെൻറ്റ് വകുപ്പുകൾ ഈ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മലയാള മനോരമ പറയുന്നത്. ഇന്ത്യയിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും ഇന്നലെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് CBIയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നാണ് അന്വേഷിക്കുന്നത്. മലയാള മനോരമ ആ വാർത്ത തരുന്നു. ജില്ലാ സഹകരണ ബാങ്കുകളിൽ മിന്നൽ പരിശോധന. 10 ലക്ഷത്തിലേറെ തുക നിക്ഷേപിച്ചവരുടെ വിവരം ശേഖരിക്കാനും അനധികൃത നിക്ഷേപങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താനുമായി സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ CBIയുടെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും മിന്നൽ പരിശോധന. മലപ്പുറം, കൊല്ലം ആസ്ഥാന ഓഫീസുകളിലും മുഖ്യ ശാഖകളിലും CBIയും കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ആസ്ഥാന ഓഫീസുകളിലും മുഖ്യ ശാഖകളിലും എൻഫോഴ്സ്മെൻറ്റുമാണ് പരിശോധന നടത്തിയത്. അങ്ങനെ കേരളത്തിലും പരിശോധന നടക്കുന്നുണ്ടെങ്കിലും ഗൗരവതരമായ പാളിച്ചകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടില്ല എന്നും മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി ദുബായ് സന്ദർശിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ അദ്ദേഹം ദുബായിൽ എത്തിച്ചേർന്നു. നേരത്തെ പ്രഖ്യാപിച്ചതിന് 1 ദിവസം നേരത്തെയാണ് അദ്ദേഹം ദുബായിൽ എത്തിച്ചേർന്നത്. ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ ആ വാർത്ത തരുന്നു, കാണുക. മുഖ്യമന്ത്രി ദുബായിൽ പൗരസ്വീകരണം നാളെ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച രാവിലെ ദുബായിലെത്തി. പ്രവാസികാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ ഗൾഫ് യാത്രയാണിത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ദുബായിലും ഷാർജയിലും പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. നോട്ട് വിവാദം ആരംഭിച്ചതിന് ശേഷം കള്ളപ്പണവേട്ടയുടെ ഭാഗമായാണ് അത് സംഭവിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ ഗൗരവതരമായ അനിശ്ചിതത്വം പ്രധാനമന്ത്രിയെ പിടികൂടിയ സമയത്ത് അദ്ദേഹം ആ ലക്ഷ്യം മാറ്റുകയും നോട്ട് രഹിത, പണരഹിത സമുദായത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ആദ്യഘട്ടമായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ചുവടുമാറ്റം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇപ്പോഴാകട്ടെ BJPയുടെ പുതിയൊരു വാദമുഖം വന്നിരിക്കുന്നു. നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച് BJP പറയുന്നത് നോട്ട് മാറ്റത്തിൻ്റെ നേട്ടം ലഭിക്കാൻ പോകുന്നത് നാം 2018 വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ഇതൊക്കെ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. ഏതായാലും 2018 മുതൽ ആണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ലഭിക്കുക എന്ന് BJP പറയുമ്പോൾ 1 വർഷത്തിലധികമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സൗജന്യം അവർ നേടിയെടുക്കുന്നു. പുതിയ നിലവാരത്തിലുള്ള ജാമ്യമെടുക്കാൻ BJP തയ്യാറാകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ആ വാർത്ത ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ തന്നിരിക്കുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. BJPക്ക് പിടിച്ചു നിൽക്കാൻ അവർ പ്രചരിപ്പിക്കാൻ പോകുന്ന വാർത്തയുടെ അടിസ്ഥാനം കാണുക, വിശദാംശങ്ങൾ കാണുക. നേട്ടം 2018 മുതലെന്ന വാദവുമായി BJP. കള്ളപ്പണം തടയാനെന്ന പേരിലുള്ള മോഡി സർക്കാരിൻ്റെ നോട്ട് പിൻവലിക്കൽ നടപടി പൂർണ്ണ പരാജയമെന്ന് ബോധ്യമായതോടെ BJP അടവ് മാറ്റുന്നു. നോട്ട് പിൻവലിക്കലിൻ്റെ നേട്ടങ്ങൾ 2018 മാത്രമേ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിച്ചു തുടങ്ങൂ എന്ന പ്രചരണത്തിലേക്ക് സജീവമായി നീങ്ങാനാണ് നീക്കം. അതായത് ആദ്യം കള്ളപ്പണമെന്ന് പറഞ്ഞു, പിന്നെ നോട്ട് രഹിത സമുദായമെന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ 2018 ആകണം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. 50 ദിവസമൊന്നും പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലെ കോടതികളിൽ മാധ്യമക്കാർക്ക് കയറാനുള്ള അവസരം ഇപ്പോഴുമില്ല. അതിനെതിരെ ഇന്നലെ കോടതിയിലേക്ക് തന്നെ ഒരു ജാഥ നടക്കുകയുണ്ടായി. ആ ജാഥയിൽ ഉയർന്നു വന്ന
വാദമുഖങ്ങൾ. ആ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻ എം പി കെ ചന്ദ്രൻപിള്ള നടത്തിയ പ്രസംഗം, അതൊക്കെ വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. മലയാള മനോരമ വർത്തമാനം പുറത്ത് ആ വാർത്തയാക്കുമ്പോൾ ആരാണ് മാധ്യമക്കാരെ കോടതിയിൽ കയറ്റാൻ തടസ്സമായി നിൽക്കുന്ന ആളുകൾ, സൂപ്പർ വില്ലൻ ആരാണ് എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ ചന്ദ്രൻപിള്ള തുറന്നു പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. അതേ സംബന്ധിച്ച കെ ചന്ദ്രൻപിള്ളയുടെ മുൻ എം പിയുടെ പ്രസംഗഭാഗം കാണുക. രാഷ്ട്രപതിയും ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ 5 മാസമായി കോടതികളിലെ മാധ്യമ വിലക്കിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് ന്യായാധിപന്മാരുടെ മൗനാനുവാദമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുമെന്ന് CITU ദേശീയ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള പ്രസംഗിച്ചിരിക്കുന്നു. അതായത് വക്കീലന്മാരൊന്നുമല്ല, ന്യായാധിപന്മാരുടെ തന്നെ മൗനാനുവാദം ഈ അപ്രഖ്യാപിത വിലക്കിനുണ്ട് എന്നാണ് ചന്ദ്രൻപിള്ള ആക്ഷേപിക്കുന്നത്. ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്ന വാർത്തയാണ് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നത്. രാജേഷ് രവീന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. എല്ലാവർക്കും ആധാർ എന്ന ലക്ഷ്യത്തിനരികെ കേരളം 98.07% പേർ ആധാർ സ്വന്തമാക്കി എന്നാണ് ഈ വാർത്ത പറയുന്നത്. ലോക സമ്പദ്ഘടനയിൽ ഇന്ത്യ 6ാമതെത്തിയിരിക്കുന്നു എന്ന ഒരു നല്ല വാർത്തയാണ് അതേ പേജിൽ മാതൃഭൂമി ഇന്ന് തരുന്ന മറ്റൊരു വാർത്ത. ലോകത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ 6ാമത്, ബ്രിട്ടനെ കടത്തിവെട്ടി. ബ്രിട്ടനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ 6ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായതായി ഫോറിൻ പോളിസി മാഗസിൻ റിപ്പോർട്ട് ചെയ്തു. 100 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടന് മുന്നിലെത്തുന്നത് എന്നും ഈ വാർത്ത പറയുന്നു. DLF ഫ്ലാറ്റ് പൊളിക്കണം എന്ന് ഒരു കോടതി നിലപാടെടുത്തപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പൊളിക്കേണ്ട, പകരം 1 കോടി രൂപ പിഴയടച്ചാൽ മതി എന്ന നിലപാടെടുത്തിരിക്കുന്ന വാർത്ത മാധ്യമം 1-ാം പേജിൽ. DLF ഫ്ലാറ്റ് പൊളിക്കേണ്ട, 1 കോടി പിഴ മതി എന്ന് ഹൈക്കോടതി. ചിലവന്നൂർ കായൽ കൈകേറി നിർമ്മിച്ച DLF ഫ്ലാറ്റ് പൊളിക്കേണ്ടതില്ലെന്നും പകരം 1 കോടി രൂപ പിഴയടച്ചാൽ മതിയെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്ന കാര്യമാണ് ഈ വാർത്തയിലൂടെ നമുക്ക് വായിക്കാനാകുന്നത്. മലയാളത്തിൻ്റെ കവി പ്രഭാവർമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വാർത്ത ഇന്ന് പത്രലോകം എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ സചിത്രമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മംഗളം എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയ്ക്ക് ശ്യാമമാധവം എന്ന ഖണ്ഡകാവ്യത്തിന് ലഭിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഇപ്പോൾ കച്ചവട കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇന്ന് മലയാള മനോരമ മെട്രോ വാർത്തയുടെ ആദ്യ വാർത്ത കാണുക. നാണക്കേട്, സന്തോഷ് ട്രോഫി തലസ്ഥാനം വിടുന്നു. കളി കോഴിക്കോട്ടേക്ക്, തുണി മാറുന്ന ഇടം കച്ചവടത്തിന്. 4 ഡ്രസ്സിംഗ് റൂമുകൾ. ഫുട്ബോൾ ഫെഡറേഷൻ ചെന്നപ്പോൾ എല്ലായിടത്തും കച്ചവടക്കാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പോലീസിൽ നിന്ന് വിടുതൽ ചെയ്ത് ജനത്തിന് നൽകണമെന്ന് ഒരു അപേക്ഷയും മെട്രോ വാർത്ത പറഞ്ഞിരിക്കുന്നു. ജയൻ മേനോൻ ആ വാർത്ത തരുന്നത് കാണുക. ദേശീയ ഗെയിംസിന് വേണ്ടി 55 ലക്ഷം രൂപ ചിലവഴിച്ച് പുതുക്കിയ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിലയിരുത്തൽ. ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ നിർവാഹമില്ലെന്ന് വിലയിരുത്തിയ നിരീക്ഷകർ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ പ്രാഥമിക മത്സരങ്ങൾ കോഴിക്കോട്ടേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സിനിമാ രംഗത്തെ സമരം മുറുകുന്നു. നാളെ വെള്ളിയാഴ്ച മുതൽ സിനിമകൾ പിൻവലിക്കും എന്ന നിലപാടിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ മാറിയിരിക്കുന്നു. സിനിമകൾ പിൻവലിക്കുന്നു എന്ന ശീർഷകത്തിൽ ആ വാർത്ത ജന്മഭൂമി അവസാന പുറത്തു വന്നിരിക്കുന്നത് കാണുക. തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ തർക്കം രൂക്ഷമാകുന്നു. ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ പിൻവലിക്കാൻ വിതരണക്കാരുടെ സംഘടന ഒരുങ്ങുന്നു. നാളെ മുതലാണ് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് എന്നും വാർത്തയുണ്ട്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇത്തവണ നടന്ന IFFK 21ാമത് വാർഷിക ഉത്സവം, ആ ഉത്സവത്തിലെ പ്രധാനപ്പെട്ട കല്ലുകടിയായി വന്നത് അതിൻ്റെ ഡെലിഗേറ്റുകൾ, സിനിമാ ഡെലിഗേറ്റുകൾ ദേശീയ ഗാനം കേട്ടപ്പോൾ എണീറ്റ് നിന്നില്ല. 6 പേരുടെ പേരിൽ കേസുമുണ്ടായിരുന്നു. കേസൊക്കെ ഉണ്ടെങ്കിലും പോലീസ് ഗൗരവകരമായി കേസെടുത്തില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് കേസെടുത്തില്ല? യുവമോർച്ചയും BJPയും ഒക്കെയാണ് പരാതിക്കാരായി വന്നത്. അവർ വായിക്കേണ്ട ഒരു ലേഖനം
ദേശീയ ഗാനത്തോടുള്ള ആദരം. നിയമം പറയുന്നത് എന്ത്? അതല്ലേ നാം അറിയേണ്ടത്. നിയമം എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? PDR ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, അതേ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം ഇന്ന് മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പുറത്തുണ്ട്. അത് വായിച്ചതിന് ശേഷം മലയാളികൾക്ക് തീരുമാനിക്കാം ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത്. BJP എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാടെടുത്തു? കാണുക. ഭരണഘടനയുടെ 51A വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണെന്നാണ്. എന്നാൽ ഈ കടമ നിയമം മൂലം നടപ്പാക്കാവുന്നതല്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് നടപ്പിലാക്കപ്പെടുന്ന ഒരു നിയമമുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട്. പാർലമെൻറ്റ് 1971 പാസ്സാക്കിയ ഒരു നിയമമാണിത്. ദേശീയ ഗാനത്തോടുള്ള അനാദരം 2 രീതിയിലാണ് ഉണ്ടാവുക എന്ന് നിയമം വ്യക്തമാക്കുന്നു. 1, മനഃപൂർവ്വം ദേശീയഗാനം പാടുന്നതിനെ തടയുക. 2, കൂട്ടമായി നിന്ന് ദേശീയഗാനം പാടുമ്പോൾ അതിനെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുക. ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ 3 വർഷം വരെ ശിക്ഷയും പിഴയും. അതായത് ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കാതിരിക്കുന്നത് അനാദരമാണ് എന്ന് നിയമം പറയുന്നില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ ഒരു കുറ്റകൃത്യമാവും എന്ന് BJPക്കാരും അവരുടെ പാർശ്വവർത്തികളും സംഘപരിവാരികളും ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് സത്യത്തിൽ റിസർവ് ബാങ്കാണോ അതോ റിവേഴ്സ് ബാങ്കാണോ? അതായത് തലതിരിഞ്ഞ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ബാങ്കാണോ എന്നർത്ഥം. ഈ കാർട്ടൂൺ കാണുക. നവംബർ 8 മുതൽ ഇന്നലെ വരെ പരസ്പര വിരുദ്ധമായ 60 നിർദ്ദേശങ്ങൾ നൽകിയ RBI ഒരടി മുന്നോട്ട് വെച്ചാൽ തുടർന്ന് 2 അടി പിന്നോട്ട് വയ്ക്കുമെന്ന് ശിവയുടെ ഈ കാർട്ടൂൺ, മലയാള മനോരമയിലെ ഈ കാർട്ടൂൺ പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. സൈക്കിൾ എന്ന വാഹനം കേരളത്തെ സംബന്ധിച്ചോളം ഒരു കാലഘട്ടത്തെ ഇടത്തരക്കാരുടെ പ്രധാന വാഹനമായിരുന്നു. എന്നാൽ ഇന്ന് അത് കേരളത്തിലൊരു പുരാവസ്തുവായി മാറിയിരിക്കുന്നു. ഈ ചിത്രം കാണുക. എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും സൈക്കിൾ മത്സരം നടക്കുന്നുണ്ട്. ഇത് കാര്യവട്ടത്ത് നടക്കുന്ന ദേശീയ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യം മാതൃഭൂമി നഗരം പേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.